ഇത് നോക്കൂ, ഈ ആക്രമണത്തിന് വേണ്ടി ഉക്രൈൻ തെരഞ്ഞെടുത്ത സമയം നോക്കൂ. കഴിഞ്ഞ ദിവസം, അതായത് ഞായറാഴ്ച, ഉക്രൈൻ റഷ്യയിൽ നിന്നും അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നും മോചനം നേടിയ 1991 ഈ ദിനമാണ്. ആ ദിനമാണ്, അതിന്റെ വാർഷിക ദിനത്തിലാണ് ഉക്രൈൻ റഷ്യയെ ആക്രമിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. അപ്പൊ നോക്കൂ, എത്രത്തോളം ഫ്രജൈലായിരുന്നു സോവിയറ്റ് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു ഗ്രാൻഡ് ഫെഡറൽ ഓർ കോൺഫെഡറൽ സംവിധാനം എത്രത്തോളം ഫ്രജൈലായിരുന്നു. അപ്പൊ ഇത് വിട്ടുപോയിട്ടും ഈ റഷ്യൻസിനോടുള്ള വിപ്രതിപത്തി അല്ലെങ്കിൽ ഒരു റഷ്യൽ, അതായത് ഉക്രൈനിയൻ ജനതയുടെ വലിയൊരു വിഷമം എന്ന് പറയുന്നത്, നമ്മൾ ഉൾപ്പെടെ അവരെ പണ്ട് സോവിയറ്റ് യൂണിയനിലെ എല്ലാവരെയും റഷ്യൻസ് എന്നങ്ങ് വിളിക്കുമായിരുന്നു. അത് മൊത്തത്തിൽ കൊട്ടത്താപ്പിൽ ചെയ്യുന്നൊരു വിളിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുമോ? ഈ മലയാളിയെ ഈ മദ്രാസി എന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പിന്നെ ഇന്ത്യക്കാരനെ മുഴുവൻ ഹിന്ദി വാല എന്ന് വിളിച്ചാൽ, വിദേശികൾ വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? അതുപോലെ ഒരു വിഷയമാണ് ഉക്രൈനിയൻ ജനതയെ റഷ്യൻസ് എന്ന് വിളിച്ചിരുന്ന ഒരു കാര്യം. അപ്പം റഷ്യയോട് പണ്ട് മുതൽ തന്നെ ചെറിയ ഒരു സാംസ്കാരികമായ അകലം പാലിച്ചിരുന്നു. ഒരു കാരണവശാൽ ഒരു വലിയ രീതിയിൽ റഷ്യൻ സഹകരണം ഉക്രൈനുമായിട്ട് ഉണ്ടായിരുന്നു സോവിയറ്റ് കാലഘട്ടത്തിൽ, മറക്കുന്നില്ല. ആണവ നിലയങ്ങൾ ഉൾപ്പെടെ, റഷ്യയുടെ ആണവ ഇന്ധന നിലയങ്ങൾ, ആണവ ബോംബുകൾ ഉണ്ടാക്കുന്ന നിലയങ്ങൾ, ഇനി ആണവായുധങ്ങളുടെ വിന്യാസം, അതുൾപ്പെടെ കസാക്കിസ്ഥാനിലും ഉക്രൈനിലും ഉണ്ടായിരുന്നത് 94 യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും എല്ലാം മധ്യസ്ഥത വഹിച്ച് ഉക്രൈന് കൊടുത്ത ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിൽ റഷ്യക്ക് കൈമാറി എന്നോർക്കണം. അപ്പൊ ഉക്രൈൻ ഒരു ആണവ ശക്തി കൂടിയായിരുന്നു. അവശിഷ്ട സോവിയറ്റ് യൂണിയന്റെ ഒരു പങ്കാളി എന്ന നിലയിൽ ഉക്രൈന്റെ കൈവശം ഉണ്ടായിരുന്ന ആണവായുധങ്ങൾ ഉൾപ്പെടെ റഷ്യക്ക് തിരികെ കൊടുത്തത്, മടക്കി കൊടുത്ത സന്ധിയായത് ഇപ്പോൾ പൊല്ലാപ്പിലായോ എന്നൊരു ചിന്ത ഉക്രൈനിൽ വ്യാപകമാണ്.